ഇതൊക്കെ പഴുത്തു നാശായി. ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ഉള്ളിട്ടാ ഓജസ്സും തേജസ്സുള്ള ഉള്ളി തരാന്നാണ് ഞാൻ പറഞ്ഞത്. നല്ല സിമ്പിളാണ് ഉള്ളി കൃഷി. നിത്യവേദനയെ കണ്ടമാനോട് പൊട്ടിക്കാൻ ഇഷ്ടം പോലെ സാധനങ്ങളായി. കാലത്തുനിന്ന് കൊള്ളിയും പൂട്ടാണ്. ഈ പൂട്ട് കഴിച്ചോ? ചേട്ടന് പുട്ട് എന്ന് പറയുമ്പോൾ വല്ല ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ഇത് ചൂടാറിയാലും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നേ, നീ കഴിച്ചു നോക്കി. ഇങ്ങോട്ട് വാ. ഈ വർത്തമാനം ആ സരിതയ്ക്ക് ചിലത് എന്നോട് ചോദിക്കാനുണ്ട്. അയ്യോ അങ്ങനെയല്ല, ഈ സാധനങ്ങളൊക്കെ അവിടെ അല്ലേ കിടന്നോടന്നേ. ഇതെങ്ങനെ ചേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടാവും? ഉന്തുവണ്ടിയിലാവും. ഉന്തുവണ്ടിയിലൊന്നും എടുത്തു കൊണ്ടുവരാൻ പറ്റിയത്. പിന്നെ ഇങ്ങനെ കൊണ്ടുവന്നേ? ഇത് നമ്മുടെ മഹേഷും ശിവിയും ഹെൽപ്പ് ചെയ്തില്ലേ, അവര് കൊണ്ടുവന്നു. ആ അവിടെ ഞാനവളോട് പറഞ്ഞില്ല ചേട്ടാ. ആ എന്താ അല്ല, എന്നിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ കുഴിച്ചിട്ടില്ല ഞാൻ തന്നെ. ഞാൻ ലാസ്റ്റത്തെ കുഴിച്ചിട്ട് നീ കണ്ടില്ലേ? ലാസ്റ്റത്തെ അല്ലാണ്ട് അവിടെ നേളാങ്ക് എടുത്ത് കൊണ്ടു. അത് ഞാൻ ഒറ്റയ്ക്ക് കുഴിച്ചിട്ടു. ഇതിപ്പോ ഇങ്ങനെ ഒരു വട്ടം അങ്ങനെ വരും അല്ലേ? ഇത്രയ്ക്ക് ഭാഗത്തേക്ക് കടക്കാൻ പറ്റില്ല. പിന്നെ ഈ വശത്തേക്ക് എന്തിനാ വരേണ്ട ആവശ്യം? ഇവിടേക്ക് വരേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അത് ഇവിടേക്ക് നാളെ ഇടാനാ, അല്ലെങ്കിൽ പിന്നെ ഇതില് വേസ്റ്റ് കത്തിക്കാൻ വരാ, അങ്ങനെയൊക്കെ വരണ്ടേ. അല്ലാണ്ട് ഇവിടേക്ക് അങ്ങനെ വരാറില്ലേ? അതിനുള്ള വഴിയാണ് ഇത്. ഇതിലെ വന്നു ഇവിടെ കുറെ ഇവിടെ മതില് കെട്ടിയതിന്റെ വേസ്റ്റുകള് ഇവിടെ പൊളിഞ്ഞല്ലോ മതില്. ആ പൊളിഞ്ഞത് മുഴുവൻ പൊളിച്ച് മാറ്റിയിട്ട് പുതിയ മതിൽ അവിടെ കെട്ടിയ ആ ഭാഗം വിണ്ടത്, അതിന്റെ വേസ്റ്റ് ആണ് ഈ കിടക്കണേ. അപ്പൊ ഇത് അവിടെ റോട്ടിൽ കൊണ്ടുവന്നിടണം. ഈ കുറച്ച് പണിയുണ്ട്. ഇത് ഒക്കെ എടുത്തിട്ടേ കൊണ്ടുപോകണമെങ്കിൽ ഇത്തിരി പണിയുണ്ട്. അത് പിന്നെ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 72 ദിവസം മുമ്പുള്ള നമ്മുടെ ഉള്ളി ചേട്ടൻ ചെയ്യാൻ പോണത് എനിക്കിങ്ങനെ അറിയാം. അതായത് നമ്മൾ അവിടെ ചെന്നിട്ട് പറയാം. 2 ഇതുണ്ടായിരുന്നല്ലോ, എന്നിട്ട് പറയാം. സരിത പറഞ്ഞ രീതിയിലും ഞാൻ പറഞ്ഞ രീതിയിലും വളർത്തിയിട്ടുള്ള ഉള്ളി പരീക്ഷണം നടത്തിയല്ലോ. അല്ല, ചേട്ടൻ ഒരെണ്ണത്തില് കുറെ ചാണം വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേലും തൊട്ട് വല്ല വളം ചെയ്താ മറ്റേ സാധനം കൊണ്ടു ഒഴിച്ചോടുന്ന. അപ്പോൾ നമുക്ക് അത് എടുത്തിട്ട് നമുക്ക് നോക്കി വെക്കാം. ഇനി വാദപ്രതിവാദങ്ങൾ നടക്കാൻ പോകുന്നുള്ളൂ. അയ്യോ, ആ കത്രിക കഥയിലുണ്ട്. കത്രിക എന്തിനാ? അത് ഉള്ളിൽ തണ്ട് വെട്ടി കളയാം. അപ്പോൾ നമുക്ക് പറമ്പിലേക്ക് പോവാം. ചാർലിയെ ഇടുക. കൂട്ടാനാ കേട്ടിട്ട് വരില്ല. ചവറുകൾ വീണ്ടും നിറഞ്ഞിവിടെ നിറയെ. നമ്മുടെ ആ ബീ നോക്കിയേ, ഈ സമയത്ത് പൂവിട്ട് കൊണ്ടു കണ്ട നിറയെ പൂവിട്ട് വെക്കുക. കണ്ട ഇതാണ് പൂവ് ഇട്ടുകൊണ്ട് നിറയെ. ഈ ഇതിനെ ഇവിടെയൊക്കെ നിറയെ പൂവിട്ട് വെക്കുക. ഒരു വട്ടമാണ് ഉണ്ടാവേണ്ട. നാളെ വിളവെടുപ്പ് കഴിഞ്ഞല്ലോ. ഇപ്പോൾ നന്നായി നനച്ച് കൊടുക്കുന്നുണ്ട്, വളമിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അബിയു തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. മഴക്കാലമായിരിക്കും. മഴക്കാലത്തിന് തൊട്ട് മുമ്പാണ് ഇവർ പൂവിടുക. അപ്പോൾ അതിൻ്റെ പ്ലാനുകൾ ഞങ്ങൾ പൊളിച്ചു. ചിലപ്പോൾ ലോട്ടറി പോലെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പൂവിട്ട് വെറുതെ കൊഴിഞ്ഞു പോകും. മറ്റേമിലും അതുപോലെ നിറയെ പൂവിടാറില്ലേ? പോരാട്ടാ, കായ പൊട്ടിക്കാണ്ട്. പൊട്ടിക്കാം. കായ ബെൽറ്റുകളല്ല, 2ാമത് തരം ഉണ്ടാവില്ലേ, സാധനം പൊട്ടിക്കാൻ. എല്ലാം പഴുത്തു പോയി അല്ലേ? തത്തമ്മള് പോണു നോക്കിയേ. തത്തമ്മകള് പറന്നു പോണു. ഇതെന്താ തൊണ്ടയ്ക്ക് കായ വേണമെങ്കിൽ നീ പൊട്ടിച്ചോ. ഇതൊക്കെ പഴുത്തു നാശായി. പുഴുണ്ടെന്ന് തോന്നുന്നു. നാശൊന്നാവില്ല ഇല്ലേ? പക്ഷെ ഇത് കൂട്ടാൻ വെച്ചിട്ടായാലും വറുത്തട്ടായാലും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അന്ന് പൊട്ടിച്ചത്. എന്ത് പറ്റിയതുകൊണ്ടേക്ക് പെട്ടെന്ന് ഒരു ഇതാണ് പറഞ്ഞ പഴുത്തത്. ഈ പഴുത്തായാലും കുഴപ്പമൊന്നുമില്ല. ഇത് ആരാ മറ്റേ ഉപ്പിട്ടിട്ടെ കുറച്ച് സമയം ഇങ്ങനെ വെക്കും. അപ്പം അതിൽ നിന്ന് നന്നായിട്ട് കനം കുറച്ചരിയും. എന്നിട്ട് ഉപ്പിട്ടിട്ട് വെക്കും. അപ്പം അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിക്കും. വെള്ളമൊക്കെ പോവും. വെള്ളം പോയി കഴിഞ്ഞതിന് ശേഷം വറക്കും. പിഴിയാൻ പറ്റില്ല. വെയിലത്തൊന്നും ഇടില്ല കേട്ടാ. എന്നിട്ട് നല്ല രസമുണ്ട് കഴിക്കാൻ. വെറുതെ കുറച്ച് പച്ചമുളക് മാത്രം 2 എണ്ണയിൽ കീറിയിടും. മഞ്ഞപ്പൊടി ഇടും. ഇതൊക്കെ എന്തിനാ പൊട്ടിക്കണേ? പൊട്ടിച്ചോ, അതൊക്കെ അരിഞ്ഞിട്ടോ. അപ്പം വലുതാവില്ലേ? മുരടിച്ചു ഇത്ര കിട്ടിയിട്ടോ. ഇതാണ് നമ്മുടെ മത്സരാധിഷ്ഠിത ഉള്ളി. ഇതും ഈ സാധനമാണ് കേട്ടോ. 70 ദിവസമായില്ലേ? 70 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ പറിക്കാൻ പോകുന്നത് കേട്ടോ. ഇവിടെ നിന്ന് പറിച്ചു തുടങ്ങാം. കടയ്ക്ക. ഇതാണ് യഥാർത്ഥ ജൈവ ഉള്ളി കൃഷി. കണ്ട പറക്കരി ഒരുപാടി. ഇതാണ് ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ഉള്ളിട്ടാ. ഇത് സരിത കട്ട് ചെയ്തിട്ട് അരിക്കും.
ഇതിൻ്റെ വലിപ്പം നോക്കിക്കോ. വലിപ്പം ഒന്നും വലുതായിട്ടില്ല ചേട്ടാ. അല്ല ഇതിനിപ്പോൾ എനിക്ക് വലിപ്പം കൂട്ടാനായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് വളം ചെയ്യാനൊന്നുമില്ല. ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ട്. അതിന് ഒറ്റയടിക്ക് ചേട്ടാ കുറേ വളമല്ലട്ടെ. അതിന് വരെ ഇടയ്ക്കിടയ്ക്ക് 2 ആഴ്ച കൂടുമ്പോൾ വളമിടണം ചെറുതായിട്ട്. ഈ കട നോക്കിയേ, ഈ കട നോക്കിയേട്ടാ. ഇതിനുള്ളി ബെസ്റ്റ് ഉള്ളിയാണ്. നല്ല നീരും ഓജസ്സും തേജസ്സുള്ള ഉള്ളി തരാമെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടാ. മറ്റത് തരാം, അത് വെറും ഏത് ഇംഗ്ലീഷ് വളർത്തിട്ടുള്ള സാധനം തരാം. അത് എന്താ പറയുക, വെറും നകുലിനോട് പറയില്ലേ. ഞാൻ അതുമായി കണക്ട് ചെയ്യാനായിട്ട് എങ്ങനെ പറ്റാന്ന് ആലോചിച്ചതാ. ഇതിലൊക്കെ ഇതുണ്ട്, ഇതിനൊരു മാക്സിമം വലിപ്പമുണ്ട് തേങ്ങയല്ല ഉള്ളി. ഇനി സരിത പറഞ്ഞ രീതിയിലുള്ളതാണ് ഇത് കേട്ടാ. ഞാൻ പറഞ്ഞ രീതിയാ. അല്ല, നീ പറഞ്ഞില്ല മണ്ണിടണ്ട തേങ്ങ അങ്ങനെ. മണ്ണിടണം എന്നാ പറഞ്ഞേ. അല്ല, മണ്ണിടണം. മറ്റേ ചാണം കുറെ കൊണ്ട് തട്ടിണ്ടായിരുന്നു ഇതിന്റെ. കണ്ട ആ ചാണം കിടക്കണ നോക്കി എന്റെ അവിടെ ദഹിക്കാണ്ട് അങ്ങനെ തന്നെ. ശരി, ഇത് പറയുന്ന നോക്കിയോ. സരിത പറഞ്ഞ രീതിയും പിന്നെയും പറയാം സരിത പറഞ്ഞ രീതി. അമ്പ നീ പറഞ്ഞാണ് നല്ലത് കേട്ടാ. ഇതിന് ഇത്തിരി മുഴുപ്പുണ്ട് കണ്ട. അതേറി ഇത് നോക്കിയേ കണ്ട, വലിപ്പുണ്ട് കണക്കന്നെ. കണ്ട അതിനാ വലിപ്പം കൂടുതൽ. വലിപ്പുണ്ട്, ഇതിന് വട്ടം കൂടുതലുണ്ട്. കൂടെ വരുന്നേ ബാഗും ബുക്കൊക്കെ എവിടെയാ? കണ്ടാ ഉള്ളി. ഇത് പറിക്കാറായി. നോക്കട്ടെ, അത് നോട്ടെ. അതിനേക്കാൾ കൂടുതൽ എണ്ണുള്ളത് ഇല്ലാട്ടാ. അതെ, ഇത് ഇത്തിരി ഉണ്ടാ ഉള്ളി. അത് നീളൻ വണ്ണല്ല. അത് ശരിയാ. ഈ ഉള്ളിക്ക് പിന്നെ പ്രത്യേകത ഉണ്ട് കേട്ടാ. ഉള്ളിക്ക് നനയ്ക്കുമ്പോൾ ഇവിടെ ഓരോ ചീരകളുണ്ട് കേട്ടാ. സാധാരണ നമ്മൾ ചൊല്ല് കേട്ടുള്ളത് വാഴ നനയുമ്പോൾ ചീരയും നനയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയാണിത്. പക്ഷേ ഉള്ളി നനയുമ്പോൾ ചീര ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അടിപൊളി ചീരകളാണ് കണ്ടത്. എവിടേക്ക് ഉണ്ടാവണ്ട. ഈ ഉള്ളി കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. എനിക്ക് കുറച്ചധികം ഉള്ളി പറിക്കല്ലേ, ഒരു കിലോ മതിയില്ലേ തരുക? വീട്ടിലുണ്ട് ഉള്ളി വാങ്ങിയത്. അപ്പം അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അല്ല നാശാവൂല്ലേ പറഞ്ഞു. ഈ കട നോക്കിയേ. അപ്പം പറിക്കാം. അല്ല, കുറച്ച് പറിക്കണം എന്തായാലും. ഉള്ളി എനിക്ക് നല്ല വലിപ്പമുണ്ട് അല്ലേ, അത്യാവശ്യം കുഴപ്പമില്ലല്ലേ. അല്ലാതെ ഈ 3 കടയും തടവും പറിക്കാൻ പോവാ? അല്ല, 3 കടം പറിക്കണമെന്നില്ല, പകുതി വരെ. അല്ല, എന്നിട്ട് പറിക്കാണ്ട് വെറുതെ നാശാവും ചോദിക്കുന്നു. ഇല്ല, കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും. ഇനി വെട്ടാൻ പറ്റേ ഞാനിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് എൻ്റെ ജൈവ ഉള്ളി ദൈവങ്ങളെ ജഗുരു 2 പറിച്ചറാ. വളരെ സിമ്പിളാണ് ഉള്ളി കൃഷി, എന്നാൽ പവർഫുള്ളാണ്. ഇന്നലെ എന്നെ മെറീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഉള്ളി നട്ടിട്ടുണ്ട്. അപ്പം എത്ര ദിവസം കഴിഞ്ഞിട്ടാ പറിക്കാൻ പറ്റാന്ന് ചോദിച്ചിട്ട്. 70 ദിവസം കഴിഞ്ഞാ. 70 ദിവസം എന്ന് പറഞ്ഞേ. അപ്പം അവൾക്ക് ഓർമ്മയില്ല എന്നാ നട്ടേന്ന്. നടക്കാനുണ്ട് കേട്ടോ കണ്ടോ. ചിലത് പിന്നെ ഈ ഉള്ളിയുടെ തണ്ട് ഇങ്ങനെ വീണ് ഇങ്ങനെ അങ്ങനെയൊക്കെ തോന്നിയ പോലെയൊക്കെ എടുക്കണമൊക്കെ കട്ട് ചെയ്ത് കളയണോണ്ട് കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. കട്ട് ചെയ്ത് കളയാൻ പാടില്ലേ? ഞാൻ പറഞ്ഞവളോട് കളഞ്ഞോളാം. നമ്മുടെ ചെറിയേട്ടൻ അതൊക്കെ മുറിച്ചെടുക്കില്ല എന്നും. ചെറിയേട്ടനെ ഒടിഞ്ഞെടുക്കണത് എടുക്ക. അതന്നെ ഞാനും പറഞ്ഞ ഒടിഞ്ഞെടുക്കണത്. ഇനി ഇത്രയ്ക്ക് മതി, ഇനി പറിക്കണ്ട. കണ്ട ഉള്ളി മിണ്ടാതെ ഉരിയാടാതെ ഇതിൻ്റെ എല്ലാം വെട്ടി ഉള്ളി സെറ്റാക്കാം. എൻ്റെ ഉള്ളി അത്ര വലിയ മോശമൊന്നുമല്ല, മനസ്സിലായോ? കണ്ട ഇത്രയുള്ള കാര്യം. മണിച്ചിത്ര താഴ്മലാണല്ലോ കയറി പിടിച്ചാണ്. ഇതൊക്കെ മുഴുവൻ വെട്ടിയെടുക്ക്. എനിക്കും നിനക്കും പരിചയമുള്ള ആ ഉള്ളിയില്ലേ ഈ പരിപാടി നല്ല സുഖാട്ടാ. ഇങ്ങനെ വെട്ടുന്നു. സുജിത നാളെ വരും, അവൾക്ക് കൊടുക്കാം കുറച്ച് ഉള്ളി. ഇതേ ഭീകരമായിട്ട് ഉള്ളിയാക്കാൻ വേണമെങ്കിൽ, ഭീകരമായ ഉള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടമാനം വളം കൊണ്ട് നിങ്ങൾ ഇട്ടാൽ ആഴ്ചയിൽ ഇങ്ങനെ ഇതാക്കാം. ഏത് മറ്റേ ഇംഗ്ലീഷ് വളം ചെയ്യണ്ട, മറ്റേ ജൈവ വളം ചെയ്തിട്ടും ഇതിനെ വലുതാക്കാൻ പറ്റും. മണ്ണിളക്ക ഇടയിൽ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് അങ്ങനെ ചെയ്യണം. കണ്ടിട്ടില്ലേ ആൾക്കാർ? ഇതിനൊന്നും വലിയൂല്ലേ, ഒന്നും നീര് പറ്റില്ലേ? ഇതിൻ്റെ പെട്ടെന്ന് പറ്റില്ലേ, വാങ്ങിക്കുന്ന ഉള്ളി പെട്ടെന്നാവും. ഇവിടെ നമ്മുടെ ഇതുണ്ട് കേട്ടാ, നോക്കിയേ നിത്യവഴുതന കുറേ ഉണ്ടായിട്ട് സരിതാ.
ചേട്ടാ പ്ലാവുമ്പോ കുറെ കുമ്പളങ്ങിണ്ട് പൊട്ടിച്ചു. പ്ലാവിലത്തെ ഒരു കുമ്പളങ്ങ ഇപ്പോൾ സജീവിന് പൊട്ടിച്ചു കൊടുത്തു. ഉം. നിത്യവേദനയെ കണ്ടമാനുണ്ട് പൊട്ടിക്കാൻ. ഇത് ഒരു ഉപ്പേരി വയ്ക്കാനുള്ളതുണ്ട് ഇഷ്ടം. ഒരു ഉപ്പേരിയില്ല, കുറേ ഉണ്ട് കേട്ടോ. ഇതാണ് നിത്യവേദന കേട്ടാ. ഭയങ്കര പോഷകാംശമുള്ള സാധനം ഇട്ടതിന്. ജഗു വീട്ടിൽ പോയിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് വന്നാൽ ഓടിച്ചു തന്നിട്ട് കണ്ടമാനം സാധനങ്ങൾ പൊട്ടിക്കാണ്ട്. സാരിത ഇവിടെ ഇല്ലാത്ത കാരണേ ഇതൊന്നും എന്താ പറയുക പൊട്ടിക്കാൻ പറ്റുന്നില്ലേ. കണ്ടമാനം സാധനങ്ങളാ. ഒരു ദിവസമാണ് ഞാനില്ലാണ്ടിരുന്നത്, ഇന്നലെ മാത്രം അല്ലേ. ഇത് പൊട്ടിക്ക്, നിത്യവേദന പൊട്ടിക്കുക. നിത്യവേദനയാണ് അത്രയ്ക്കധികം ഉണ്ടായുള്ളത്. ഇനി ചതുരപ്പയറും ഉണ്ടായില്ലേ, എല്ലാം ഉണ്ടായി. ചതുരപ്പയറുണ്ടാണല്ലോ ഞാൻ നല്ല ഉപ്പേരി ഉണ്ടാക്കി കഴിച്ചത്. നിനക്ക് കത്തിര കൊണ്ട് മുറിക്കാൻ നല്ലതല്ലേ, കണ്ട് നാശമുണ്ടോ. നിനക്ക് പിന്നെ എന്നിട്ട് വേണ്ട കൊള്ളി പറിച്ചു തരുന്നല്ലേ. ഇതിൻ്റെ തൈ ഇവിടെ ഇല്ലേ, മണ്ണുത്തിയിലില്ല നിത്യവേദന. ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിത്യവേദന. ഇതിൻ്റെ വിത്ത് ഇത് ഇന്നാളെ ഒരു കൃഷി വീഡിയോ ചെയ്യുന്ന ഒരു പെൺകുട്ടി ഇതിൻ്റെ വീഡിയോ ഇട്ടുണ്ട്. നിത്യവേദന പോഷകാംശം കണ്ടമാനം പേര് അതിൻ്റെ തൈ ചോദിച്ചിട്ട് അതിന് കമൻ്റ് ഉണ്ട്. കണ്ടമാനം പേര്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഒരു കെയറും വേണ്ട, ഒരു വളവും വേണ്ട, ഒരു കേടും വരില്ല. സാധനം കേടും വരില്ലൊന്നും വരും. ഇതൊക്കെ മൂത്തുപോയി. താഴത്തുള്ള തടന്നോട്ടെ. അത് വീട് മുളക്കി തുടങ്ങി നിറയെ തൈകളും. അത് ഇത് ചതുരപ്പയർ വേറെ സാധനം. എന്താ മോശമുള്ള സാധനം. മോശമുള്ള സാധനമാണോ? അല്ല, ഒന്നും മോശമുള്ള സാധനമല്ലാന്ന്. നമ്മൾ ഈ പച്ചക്കറികൾ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളൊക്കെ ഒന്നും മോശമല്ലല്ലോ. പോഷകങ്ങളുടെ കലവറയാണ്. ഇതിപ്പോൾ എന്തോരം നമുക്ക് ഇതേ ചതുരപ്പയർ വലുത് കണ്ട. ഇത് പൊടിച്ചത് ചതുരപ്പയർ ആണോ? ചതുരപ്പയർ നല്ല ചള്ളാണ്. അല്ല എന്തൊരു മണം നോക്കെ. ഒരു 3/4 കിലോൻ്റെ അടുത്ത അത്രയ്ക്ക് ഈ നിത്യവേദന കിട്ടിയിട്ട് നമുക്ക്. ഇനി ഇതിൻ്റെ കോവക്കായ കംപ്ലീറ്റ് പൊട്ടിച്ചു. ഈ സാധനത്തിൽ ഇത് പിടിച്ചത് ഇത് ഇത്തിരി മൂത്തുണ്ടോ കേട്ടോ കുരുക്കൾ. ഇത് വേണ്ട, ഇവിടെ നിന്നുള്ള എടുത്താൽ മതി. ഇത് ചള്ളാണെങ്കിൽ മൂക്കാത്ത ടൈപ്പാണെങ്കിൽ നമുക്ക് ഇത് അതൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് അത്ര കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ അരിഞ്ഞിടാൻ പറ്റും. അല്ലെങ്കിൽ അതിന്റെ പുറമത്തെ ഒരു കവർ പോലത്തെയാണ്, ഒരു പ്ലാസ്റ്റിക് പോലെ മാത്രമേ പ്രശ്നമുള്ളൂ. അത് കളഞ്ഞാൽ മതി, ബാക്കി അരിഞ്ഞ് കൂട്ടാൻ വെക്കാം. പച്ചമുളക് അതാണ് അതിന്റെ വിത്തായിട്ട് മാറാ. പച്ചമുളക് പൊട്ടിച്ചോ. പച്ചമുളകിന് വാട്ടണ്ടാ? അതിപ്പോ പൊട്ടിച്ചില്ലെങ്കിൽ വാടും. എനിക്ക് കൊള്ളി പറിച്ചതായോ, സമയം പോണു. കൊള്ളി പറിച്ചരാ. അല്ലാണ്ട് ഇത് മറ്റേ നീളം പച്ചമുളകാ. ഇത് നീളന്നല്ലേ? അല്ല, ഇത് ഉണ്ടൻ. എന്തോരതാണല്ലേ. ഇനി കൂർക്ക പറിക്കാണ്ട് കുറച്ച്. കൂർക്ക ഇപ്പോൾ പറിക്കുന്നില്ല. നമ്മുടെ മധുരക്കിഴങ്ങ് നോക്കിയേ. അല്ല, മധുരച്ചേമ്പ് വേണ്ട വലുതായിട്ട്. ഇന്നലെ നട്ടല്ലേ വെറുതെ വെച്ച് കൊടുത്താൽ മതി. ഇവറ്റകൾക്കൊന്നും കേടെന്ന് പറയുന്ന സാധനം വലിയ കേട്ടോ. ഈ സാധനങ്ങൾക്ക് എല്ലാം വലുതായി. ഇത് പപ്പക്കായ ഈ വലിപ്പമായിട്ട് പപ്പ നോക്കി തരാ. പപ്പക്കായ വേണമെങ്കിൽ കൂട്ടാൻ വയ്ക്കാൻ പൊടിയേട്ടാ. വാ, ഈ കൊള്ളി പറിക്കണം. കുമ്പളങ്ങ വേണമല്ലേ? വാ, കുമ്പളങ്ങ വേണ്ടത്. എനിക്കൊരു തുണ്ട് കൊള്ളി പറിച്ചു തരുമോ? കുമ്പളങ്ങ പൊടിച്ചിട്ടാ പറയും. ഇതേണ്ട കുമ്പളങ്ങ തരുതാ. മതിലുമ്മ കയറിയിട്ടാ പൊട്ടിയാൻ പോണേ. ഇത് പൊട്ടിക്കുന്നത് താഴും. മതിലുമ്മ കയറാവും നല്ലത്. ആ മതിലുമ്മ അതന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴൂ. അയ്യോ, കേറി നിൽക്കേണ്ടി വരും. അതുമ്മ ചുണ്ടങ്ങി മഴ എവിടെ കാറ്റ് പിടിക്കേ. വേണം വള്ളി. വലിയ കുമ്പളങ്ങി ഇന്നാള് സജീവന് ഇതിലും വലിപ്പമുള്ളത്. അതെ, താന്ന് കുമ്പളങ്ങ. എന്തെല്ലാം സാധനങ്ങളാ. കൊള്ളി പറിക്കണം. കായ്ക്കോട്ട് കേട്ടാ. ഇവിടെ ഒരു വലിയ കൊള്ളിയുണ്ട്. എൻ്റെ തൊണ്ട കാറിയിട്ട് തൊഴിലിഷ്ടം. ഈ കൊള്ളിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടാ. ഈ കൊള്ളിയുടെ ചുറ്റും നമ്മൾ കൂർക്ക നട്ടതാ. ഓർമ്മയില്ലേ സരിതേ? ആ കൂർക്ക പറിച്ചാണ്. ഇഷ്ടംപോലെ കൂർക്ക മണിയിലുണ്ടായി. അപ്പോൾ ഇനി ഈ കൊള്ളിനെയാണ് പറിക്കുന്നത് കേട്ടാ. കൂർക്കരൊപ്പം കൊള്ളി ഉണ്ടായിപ്പോൾ എന്തോരണ്ട് നമുക്കൊന്നും അറിയുന്നില്ല. കൊള്ളി ദൈവങ്ങളെ. ഇനി കൂർക്ക കൊള്ളിയുടെ വളം മുഴുവൻ വലിച്ചെടുത്തോ.
ഇത് വെട്ടണില്ലേ തറി? ഇങ്ങനെ തന്നെ സരി ഒന്ന് പതുക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവുന്നേ, പതുക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മണ്ണ് കുറച്ചുകൂടി നീക്കണ്ട. ഏയ് വേണ്ട, ഇപ്പോൾ ഇളകിൻ്റെ ഒന്ന് വെറുതെ ഒന്ന് പിടിച്ചാൽ മതി, ഒറ്റയടിക്ക് വലിക്കരുത്, പതുക്കെ. ആ കിട്ടുന്നു മതി. ഇത്രയാണ് കിട്ടിയത് കേട്ടോ, നമുക്ക് കുഴപ്പമില്ലല്ലേ. ഇത് സുമോ കൊള്ളിയാ? ഏയ് ഇത് സാധാരണ കൊള്ളി, പക്ഷേ ഇതിന്റെ തണ്ടൊക്കെ ഭയങ്കര കനമുണ്ടല്ലോ അല്ലേ? ഭയങ്കര സ്ട്രോങ് ആ. വെട്ടോത്തിയില്ലല്ലോ ഇവിടെ? വെറുതെ ഇരിക്കുന്നു കേട്ടത്. ആ വേരല്ല താങ്ങിയ ഇത് എന്നാലും കുഴപ്പമില്ല, ലാഭം കിട്ടണതൊക്കെ ലാഭം. ഇതൊരു കാലത്ത് പൂട്ടും കൊള്ളിയും ഉണ്ടാക്കാനല്ലേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇഷ്ടം പോലെ സാധനങ്ങളായി. നമ്മുടെ അകത്തി ചീര നോക്കിയേ ഉണങ്ങി കണ്ട, ഈ വലിയ മരം ഉണങ്ങി നിന്നുണങ്ങി കണ്ട. ഇത് ചിലപ്പോൾ ഉണങ്ങി ഉണ്ടാവില്ല ചേട്ടാ, പച്ചപ്പുണ്ട്. ആ അടിയിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട് കൂമ്പ് വരുന്ന, ആ അടിയിലത്തെ കൊമ്പ് വേണ്ട ചേട്ടന്റെ നേരെ മുകളില്. ആ അതെ കൂമ്പ് വരുന്നുണ്ട്. ഞാൻ ഉണങ്ങിപ്പോയി വിചാരിച്ച ഇതിൻ്റെ പൂവ് വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കണം വിചാരിച്ചായിരുന്നു. ആ തോരണ്ടാക്കാൻ ഇപ്പോൾ ഇന്നലെ അല്ല ഒരു ദിവസം വൈകുന്നേരം ആ പൂവുകളൊക്കെ ഇങ്ങനെ നിറച്ച് നല്ല ഭംഗിയിൽ കണ്ടുകൂട്ടാ. പിറ്റേ ദിവസം കാലത്ത് നമ്മൾ വന്നിട്ട് ആ പൂവൊക്കെ തോട്ടി കൊണ്ടും കോണിയൊക്കെ വെച്ചിട്ട് പൊട്ടിച്ച് അതുകൊണ്ട് തോരണ്ടാക്കാമെന്ന് വിചാരിച്ച് എല്ലാ സാധനങ്ങളും സെറ്റാക്കി. ഏത് നാളികേരം അതിനുള്ള ഈ തമിഴ്നാട്ടിലത്തെ ഒരു വീഡിയോ ചാനൽ കണ്ടിട്ട് അകത്തി ചീരയുടെ പൂ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒക്കെ സെറ്റാക്കിയിട്ട് ഇങ്ങോട്ട് പൂവ് പൊട്ടിക്കാൻ വന്നപ്പോഴുണ്ട് എല്ലാ പൂവുകളും വൈകുന്നേരം ഒക്കെ നിലത്ത് വീണ് നാശയികളൊക്കെ കംപ്ലീറ്റ്. ഓർമ്മയുണ്ട് നിനക്ക്? കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ പൊട്ടിക്കണം, ഒരു നിമിഷം പോലും പാഴാക്കരുത്. ആ കായപ്പക്കായ അതിലിടൂ. എൻ്റെ അമ്മേ വരൂ, നമ്മുടെ കുഞ്ഞടുക്കള തോട്ടത്തിൽ നിന്ന് ഇത്രമാത്രം സാധനങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് വയ്ക്കണ്ട, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. ശരിക്കും പറഞ്ഞാൽ ചോറും തുരിച്ച് അല്ല, ചോറിൻ്റെ ആവശ്യമില്ല, ഈ വക സാധനങ്ങളൊക്കെ വെറുതെ തോരനും കീരനൊക്കെ വെച്ച് കഴിക്കാന്ന്. ആ അവിടെ കായ്പക്കായ ഞാൻ ഉറ കട്ടി വെച്ചു. പക്ഷെ വെയിലില്ല. കാബേജ് അല്ല കോളിഫ്ലവർ ഉണ്ടായി തുടങ്ങിട്ടാ. കാബേജ് പൊട്ടിക്കണ ഇനി എന്തുണ്ട് ഇതൊക്കെ കൂടെ ഒരുമിച്ച് എങ്ങനെ വെക്കാൻ പറ്റും ചേട്ടാ? ഇതിപ്പോ കുറച്ച് ആർക്കിനൊക്കെ കൊടുക്കാം. കാബേജ് നിന്ന കേടാവണ സാധനമല്ലല്ലോ, കാബേജ് കേടാവില്ല. അത് പിന്നെ പൊട്ടിക്കാം, സൂചിപ്പിക്കാൻ വരുമ്പോ കൊടുക്കാം. നിറച്ച് കല്ലും കട്ടേ സാരിതര ഗോതമ്പ് പൂട്ടുണ്ടാക്കട്ടെ. കാലത്തുനിന്ന് കൊള്ളിയും പൂട്ടാണ്, മറ്റേ ഗോതമ്പ് പൂട്ടില്ലേ, ഗോതമ്പ് പൂട്ട്. ഈ കൊള്ളിക്ക് വേര് ഇത്തിരി കൂടുതലാണ് കണ്ട, അവിടെ നിന്ന് അങ്ങോട്ട് വേരാ കൂടുതൽ. അധികം വേണ്ട, ഞങ്ങൾക്ക് 3 പേർക്കും നിസ്സാരമായിട്ടുള്ള സാധനം മതിയില്ല. കണ്ട പുട്ട്, ഗോതമ്പ് പുട്ടാണ് കേട്ടോ. നമ്മളന്ന് പറഞ്ഞില്ലേ ഞാനൊരു യൂണിക്കിച്ചൻ്റെ അവരുടെ ഗോതമ്പിൻ്റെ തരിയായിട്ടുള്ള പൊടിയുണ്ട്, അതുകൊണ്ട് ഉണ്ടാക്കണതാണ്. പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കുന്ന പുട്ടാണ്, നല്ല ടേസ്റ്റ്, അത് നല്ല സോഫ്റ്റാണ്. പിന്നെ നമ്മുടെ കൊള്ളിതേ ഇങ്ങനെയൊക്കെ ജഗ്ഗുവിന് ഇത് കണ്ടപ്പോഴത്തേക്കും തന്നെ വിശക്കണില്ലാന്ന്. എന്താന്ന് നോക്കിയാലേ ചോറ് ഇട്ടാട്ടെ ഞാൻ കഴിച്ചോ. എനിക്ക് വേഗം പോണം, ഇന്ന് ഷോപ്പിൽ വൈഫൈയുടെ ആൾക്കാർ വരും. മറ്റേ അല്ല CCTV വൈഫൈയുടെ കണക്ഷൻ ശരിയാക്കിയിട്ട് CCTVയുടെ അത് വർക്കായി അതിൻ്റെ വ്യൂ കറക്റ്റാക്കി ചെക്ക് ചെയ്യണമെങ്കിൽ വൈഫൈ വേണം. അത് ചെയ്യാനായിട്ട് അവർ വരും. തിരക്കിലാണ് 2-3 ദിവസമുള്ളൂ. അപ്പോൾ മറക്കണ്ട ഡേറ്റ്. ഈ വരുന്ന ബുധനാഴ്ചയാണ്, ഫെബ്രുവരി 11-ാം തീയതി 9-നും 10-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ്. എല്ലാവരും വരണം. കൂട്ടനെല്ലൂർ ബൈപ്പാസ് റോഡ്
സ്കോഡ ഷോറൂമിന്റെ തൊട്ടിപ്പുറത്ത്. കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഹൈലൈറ്റ് മാളിന്റെ ബാക്ക് ഭാഗമായിട്ട് Back വരും. side ല് സർവീസ് service റോഡാണ്. ഫസ്റ്റ് ഫ്ലോർ ആണ് കേട്ടോ. താഴെ BRD സുസുക്കിയുടെ കമേഴ്സ്യൽ വെഹിക്കിൾസിന്റെ ഷോറൂമാണ് കേട്ടോ. താഴെ അതിന്റെ മേലെ എൻ്റെ അമ്മ. ആ അമ്മ നല്ല ഐശ്വര്യമുള്ള ആരെങ്കിലും ആയിരിക്കണല്ലോ ആദ്യം ഇത് ചെയ്യണ്ടേ. ചേട്ടൻ നല്ല ഐശ്വര്യം, പക്ഷെ ചേട്ടനെ പറ്റിയ സാധനങ്ങളൊന്നും അവിടെ ഇല്ല. അത് ലേഡീസ് ഐറ്റംസ് ഉള്ളു. പിന്നെ ചേട്ടൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് എനിക്ക് തരണം. ജഗ്ഗു വല്യമ്മേടെ അടുത്ത് ഇരുമ്പുളി ഉണ്ടെന്ന് പറഞ്ഞോളോ. അതൊക്കെ കൊഴിഞ്ഞു പോവപ്പോഴത്തേക്കും പറഞ്ഞോളൂ. ഇരുമ്പുളി ഇഷ്ടം പോലെ ഉണ്ട്. കോണിയാ നീ പൂട്ട് കഴിച്ചോ? ചേട്ടന് പുട്ട് എന്ന് പറയുമ്പോൾ വല്ല ബുദ്ധിമുട്ടുണ്ടോ? രസമുണ്ട്. പണ്ട് കാലത്ത് ഗോതമ്പ് ക്ഷാമകാലത്ത് ഗോതമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ഉപ്പുമാക്കി ഉണ്ടാക്കിയിട്ട് ആ ഗോതമ്പിൻ്റെ മണം വരുന്നത്. അത് വീട്ടിൽ വയ്ക്കുമ്പോൾ അടുക്കളയിൽ നിന്നൊരു മണം വരില്ലേ ഗോതമ്പിൻ്റെ? എനിക്കറിയില്ല. വെല്ലപ്പളൊക്കെ ഗോതമ്പ് പൂട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടമായിരുന്നു പണ്ടേ. അത് സാധാരണ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കുക. എനിക്ക് വേണ്ടേ പിന്നല്ല ചേട്ടൻ പറഞ്ഞേ ജ്യൂസ് കുടിച്ച കാരണം പിന്നെ വിശപ്പില്ല. ആ അത് ഗോതമ്പ് പൊടിപ്പിച്ചിട്ടുള്ള പൊടിയില്ലേ, ചപ്പാത്തി കുഴക്കണ പൊടി, അതുകൊണ്ട് ഉണ്ടാക്കണതാ. അത് ചൂടോട് കൂടി തന്നെ കഴിക്കണം, അത് കല്ല് പോലെ ആവും. പണ്ട് ഇത് പുട്ടുപൊടിയാ, ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന പുട്ടുപൊടി. സ്റ്റീംഡ് പുട്ടുപൊടി എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിൽ ഇത് പൊടിപ്പിക്കുക, തരിതരിപ്പായിട്ട്. അപ്പോൾ ഇത് ചൂടാറിയാലും ഭയങ്കര സോഫ്റ്റ് ആയിട്ട്. ഇങ്ങോട്ട് വന്നേ, നീ കഴിച്ചു നോക്കി. ഇങ്ങോട്ട് വാ. ആ കറി ഒന്നും കൂട്ടാണ്ട് വെറുതെ കഴിച്ചു നോക്കിയേ. കണ്ട സോഫ്റ്റ് അല്ലേ? മതിയാ? കൊള്ളിക്ക് ഒരു പേര്. അവിടെ കൊള്ളി അടിപൊളി കൊള്ളിട്ടാ. രണ്ടാമത്തെ പേര് പിന്നെ ഇനി പേരുണ്ടാവില്ലായിരിക്കും. എരിവ് തരി കൂടുതലല്ലേ? എരിവ് പച്ചമുളകിൻ്റെ എരിവ്. കിനാവിൻ മൺകുടിലിൽ ഇരിക്കുന്നു ഞാനാ, പൊൻപുലരി വരുന്നതും നോക്കി നോക്കി, എൻ്റെ ഗാനശേഖരത്തിൻ പൂക്കണി കാണാൻ പൊന്നുഷസേ പൊന്നുഷസേ വന്നു ചേർന്നാലും ഓ വന്നു ചേർന്നാലും ഓ ഓ ഓ എൻ്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു അവർ, എൻ്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങു തീർത്തു. എൻ്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു അവർ, എൻ്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങു തീർത്തു. എൻ്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു.